വലതുവശത്തെ കള്ളൻ അടിപൊളിയായിട്ടുണ്ട്, സൂപ്പറായിട്ടുണ്ട്. നായകനും കൊള്ളാം, വില്ലനും കൊള്ളാം, സപ്പോർട്ടിംഗ് ആയിട്ടുള്ള എല്ലാ ആൾക്കാരും, ഫീമെയിൽ ആർട്ടിസ്റ്റ് ആയാലും എല്ലാ ആക്ട്രസ് ആയാലും എല്ലാം അടിപൊളിയായിട്ട് സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ട്. ത്രില്ലർ ഫാമിലി ആയിട്ട് വന്ന് കാണാൻ പറ്റിയ അടിപൊളി ത്രില്ലർ മൂവി. ആരുടെ? ജിത്തു ജോസഫിന് എന്ന് പറഞ്ഞാൽ ഷാജി കൈലാസമായിട്ട് കോമ്പിനേഷൻ ചെയ്യാൻ പറ്റിയൊരു സിറ്റുവേഷനിലോട്ട് വരിക ജിത്തു ജോസഫ്. ഷാജി കൈലാസ് എങ്ങനെ നല്ല ത്രില്ലർ മൂവി എടുക്കുന്നോ അതേപോലെ ചെയ്തിട്ടുണ്ട്, അടിപൊളിയായിട്ട്. ഓക്കെ, വളരെ പ്രകടനമല്ല, ഒരു ടിപ്പിക്കൽ ജിത്തു ജോസഫ് മൂവിയാണ്, പക്കാ ത്രില്ലറാണ്. എന്ന് പറഞ്ഞാൽ ദൃശ്യത്തിന് അത്രയും എക്സ്ട്രോണറി മൂവിയല്ല, കുറച്ച് ലോജിക്കൽ എറേഴ്സ് ഉണ്ട്. എന്നാലും പടം കണ്ടിരിക്കുക, ലാഗൊന്നുമില്ല, എല്ലാവരുടെയും പെർഫോമൻസ് അഭിനയം നല്ലതാണ്, കാണാൻ പറ്റുന്ന മൂവി തന്നെയാണ്, നല്ല എൻ്റർടൈനറാണ്, അതിൻ്റെ അപ്പുറത്തൊന്നുമില്ല. പക്ഷേ ജിത്തു ജോസഫ് സ്ഥിരം ടൈപ്പ് കാസ്റ്റ് ആവുകയാണ് ഈ ഇതിൽ മാത്രം, ത്രില്ലറിൽ മാത്രം. അങ്ങനെ ടൈപ്പ് കാസ്റ്റ് ആവാതെ ഡിഫറെൻറ്റ് മൂവീസ് ചെയ്യുന്ന ഡിഫറെൻറ്റ് ജോണ്ടർ ചെയ്യുന്ന നല്ലതായിരിക്കും. പടം കണ്ടിരിക്കുക. ഇന്നോനെ ത്രില്ലർ ഇതിൻ്റെ മെമ്മറീസോ ദൃശ്യാലോ ഒന്നും വരില്ല, പക്ഷേ പെർഫോമൻസ് നല്ലതാണ്. ബിജു മേനോ ആണെങ്കിലും ജോർജ് ആണെങ്കിലും അവരുടെ സപ്പോർട്ടിങ് ആക്ടേഴ്സ് ആണെങ്കിലും ഇത് നന്നായി ചെയ്തിട്ടുണ്ട്. അവർക്ക് നായക റോൾ ചെയ്യാൻ പറ്റും തെളിയിച്ചിട്ടുണ്ട്. കണ്ടിരിക്കാൻ പടം അങ്ങനെ കുറച്ചുണ്ട്. ഈഗോ ക്ലാഷും ഒരു ക്രൈം ഇൻവെസ്റ്റിഗേറ്റീവ് ഫാമിലി ത്രില്ലറാണ്. ലാഗൊന്നും ഇല്ല കേട്ടോ, കണ്ടിരിക്കാൻ പറ്റുന്ന മൂവിയാണ്. ജിത്തു ഇനി ദൃശ്യം വരുന്നുണ്ടല്ലോ, ജിത്തു മെയിൻ ഇത് ദൃശ്യമാണല്ലോ, ദൃശ്യം 3 വരുന്നുണ്ടല്ലോ പുള്ളി. പക്ഷേ ഈ ഇതിൽ ട്രില്ലർ മാത്രമല്ല, പലതും ട്രൈ ചെയ്യണം, വേറെ പലതും ട്രൈ ചെയ്യണം. നല്ലൊരു ചിത്രം. വലതുവശത്തെക്കാളിന് എടുത്ത് പറയേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ജിത്തു ജോസഫ് എന്ന് പറയുന്ന സംവിധായകൻ ഇത്രയും ത്രില്ലർ ചിത്രങ്ങൾ അണിയിച്ചൊരുക്കുന്ന ഒരു സംവിധായകൻ ഇല്ലെന്ന് തന്നെ പറയും. കഥയ്ക്ക് അനുയോജ്യമായിട്ടുള്ള നല്ലൊരു തിരക്കഥ, അതിശക്തമായിട്ടുള്ള തിരക്കഥ. അഭിനേതാക്കളുടെ പെർഫോമൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ബിജു മേനോൻ, അതേപോലെ തന്നെ ജോർജ്, ലെന, പിന്നെ ഇർഷാദ് അലി, പിന്നെ ലിയോണൽ ഇഷോയ്, അങ്ങനെ ഒരു നീണ്ട നിര തന്നെയുണ്ട്. ഇതിൽ ചെയ്തിരിക്കുന്ന 2 പെൺകുട്ടികൾ നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. എല്ലാവരും അഭിനയിച്ചിരിക്കുന്ന എല്ലാവരും നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും എല്ലാത്തരം പ്രേക്ഷകരെ തൃപ്തിപ്പെടുത്തുന്ന ഗണത്തിൽ തന്നെയാണ്, ഫാമിലി മൊത്ത് കാണാൻ പറ്റിയ ഒരു നല്ലൊരു ചിത്രം തന്നെയാണ് വലതുവശത്തെ കള്ളൻ. നല്ലൊരു തീർച്ചയായിട്ടും ത്രില്ലർ മൂഡിൽ തന്നെയാണ്, വളരെ നല്ല രീതിയിൽ തന്നെ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ശക്തമായ തിരക്കഥ തന്നെയാണ് എടുത്തു പറയേണ്ടത്. പാളിപ്പോകുന്ന പല കാര്യങ്ങളും അദ്ദേഹത്തിൻ്റെ കൈയടക്കവും ജിത്തു ജോസഫ് എന്ന് പറഞ്ഞ ബ്രില്യൻ്റ് ഡയറക്ടറിൻ്റെ ആ ഒരു സംവിധാന മികവും ഈ ഒരു ചിത്രത്തിലെടുത്ത് പറയേണ്ടത്. തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ ദൃശ്യമാണ് ആദ്യം തന്നെ എടുത്തു പറയുന്ന ആ ഒരു ചിത്രം. അത് തിയേറ്ററിലായാലും OTT-യിലായാലും വൻ വിജയം നേടിയ ചിത്രങ്ങളാണ്. ദൃശ്യം 1ഉം 2ഉം, ദൃശ്യം 3ക്ക് മുമ്പുള്ള ഒരു ത്രില്ലറും കൂടെ നമുക്ക് കാണാൻ പറ്റി. അപ്പോൾ ഈ ഒരു ഗണത്തിൽ എടുക്കുന്ന ഒരു സംവിധായകൻ്റെ അടുത്ത ചിത്രവും ഹിറ്റാണെന്ന് അറിഞ്ഞതിൽ ഒരു പ്രേക്ഷകൻ എന്ന നിലയിൽ കണ്ട് ആസ്വദിക്കാൻ പറ്റിയെന്നുള്ള നിലയിൽ ഞാൻ വളരെ സന്തോഷവാനാണ്.